സിനോജ് തോമസ് നമ്മോടൊപ്പം ഉണ്ട്. സിനോജ് ഉള്ളത് നടക്കാവ് ഗേൾസ് സ്കൂളിലാണ്, കോഴിക്കോട്. എങ്ങനെയുണ്ട് ആദ്യ പരീക്ഷ? നികേഷ് കുമാർ, കുട്ടികളൊക്കെ തന്നെ വളരെ സന്തോഷത്തിലാണ്. കാരണം അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, പരീക്ഷ എളുപ്പമായിരുന്നു. ഇവിടെ പരീക്ഷ കഴിഞ്ഞാൽ കുട്ടി എന്താ ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ച ചെയ്യണോ? പ്ലസ് ഉറപ്പാണ്. മലയാളമായിരുന്നു പരീക്ഷ. മലയാളം എങ്ങനെയുണ്ടായിരുന്നു? ക്വസ്റ്റ്യൻ പേപ്പർ പരീക്ഷ കഴിഞ്ഞ് വട്ടം കൂടി ചർച്ച ചെയ്തായിരുന്നു. സംശയങ്ങളുണ്ടോ അതിനകത്തിന്? ചെറിയ സംശയം ഒക്കെ റെഡിയാണ്. അടിപൊളി എക്സാം. ഇവിടുന്ന് കയറുന്ന വരെ എക്സാം എഴുതാൻ പറ്റുന്നുള്ള ഇതില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറി പേപ്പർ കണ്ടപ്പോൾ നല്ലോണം എഴുതിക്കുന്നത് എ പ്ലസ് ഉറപ്പായിട്ടും കിട്ടും. പ്ലസ് ഉറപ്പാണ്. ഓ നികേഷ് കുമാർ, അതായത് ഫസ്റ്റ് ലാംഗ്വേജ് ആയിരുന്നു പരീക്ഷ. ഇന്നത്തെ മലയാളം ഉണ്ടായിരുന്നു, അറബിക് ഉണ്ടായിരുന്നു, ഉറുദു ഉണ്ടായിരുന്നു. എല്ലാ കുട്ടികൾക്കും പരീക്ഷ എളുപ്പമായിരുന്നു എന്നാണ് പറയുന്നത്. ആദ്യം പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങി വന്നത് ഉറുദു പരീക്ഷയുടെ കുട്ടികളായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? എളുപ്പമായിരുന്നു. സംസ്കൃതം നല്ല എളുപ്പമായിരുന്നു. എ പ്ലസ് കിട്ടോ? ഓ എളുപ്പമായിരുന്നു. ഏതാ പരീക്ഷ ഏതായിരുന്നു? മലയാളം. മലയാളം എ പ്ലസ് ഉറപ്പാ? ഉറപ്പാണ്. ആദ്യം കയറിയപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നോ? ഇല്ല, മലയാളം അല്ലേ. മലയാളം സ്വതവേ ടെൻഷനില്ല. ഒരു ടെൻഷൻ ഇല്ല. നല്ല വേറെ സബ്ജക്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മലയാളം കുറച്ചൊരു എളുപ്പമാണ്. കുട്ടികളൊക്കെ തന്നെ ഹാപ്പിയാണ്. ഞാൻ രാവിലെ ഉണ്ടായിരുന്നത് പൈമ്പറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അവിടെയും കുട്ടികൾ പരീക്ഷ എഴുതാൻ വേണ്ടി വന്ന സമയത്ത് വളരെ ഹാപ്പിയായിരുന്നു. ഒരു ടെൻഷനും ഇല്ലാതെയാണ് വിദ്യാർത്ഥികൾ പരീക്ഷ ഹാളിലേക്ക് എത്തിയത്. ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് വന്നിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. കുട്ടികളൊക്കെ തന്നെ സന്തോഷത്തോടെ പുറത്തേക്ക് പോവുകയാണ്. ആദ്യ പരീക്ഷ തന്നെ അത് ഫസ്റ്റ് ലാംഗ്വേജ് ആയിരുന്നു. സംസ്കൃതം എഴുതിയവരുണ്ട്, അറബിക്ക് എഴുതിയവരുണ്ട്, ഉറുദു എഴുതിയവരുണ്ട്, മലയാളം എഴുതിയവരൊക്കെ തന്നെയുണ്ട്. എല്ലാവരും സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു മോളെ? നല്ല രസമുണ്ട്. മലയാളം കുഴപ്പമില്ലായിരുന്നു, എഴുതിയിട്ടുണ്ട്. എ പ്ലസ് കിട്ടോ? പ്രതീക്ഷിക്കുന്നു. എല്ലാവരും എ പ്ലസ് എന്നൊരു പ്രതീക്ഷയിലാണ് ഉള്ളത്. ആദ്യത്തെ പരീക്ഷ അതിഗംഭീരമായി എഴുതാൻ സാധിച്ച സന്തോഷത്തിലാണ് വിദ്യാർത്ഥികൾ ഉള്ളത്. ഈ മാസം 25-നാണ് SSLC പരീക്ഷ അവസാനിക്കുന്നത്. 4,27,105 കുട്ടികളാണ് ഇന്ന് ഈ SSLC പരീക്ഷ എഴുതി തുടങ്ങിയിരിക്കുന്നത്. ആദ്യ ലാംഗ്വേജ് ആണ് ഇന്നുണ്ടായിരുന്നത്. മലയാളം, അറബിക്ക്, സംസ്കൃതം തുടങ്ങിയ ഉറുദു തുടങ്ങിയ ഫസ്റ്റ് ലാംഗ്വേജായി തിരഞ്ഞെടുത്ത ഭാഷയിലായിരുന്നു ഇന്ന് പരീക്ഷ ഉണ്ടായിരുന്നത്. കുട്ടികളൊക്കെ തന്നെ പരീക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെല്ലാം സന്തോഷത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആദ്യ പരീക്ഷ എളുപ്പമായിരുന്നു. ഇപ്പോൾ വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ മന്ത്രി. 100% പക്കയാണ്. എല്ലാ സ്ഥലത്തു നിന്ന് കൃത്യം 8:30 മണിക്ക് തന്നെ ചോദ്യപേപ്പർ എത്തി. ക്ലാസ്സിൽ കുട്ടികളുടെ സാന്നിധ്യത്തിൽ ചോദ്യപേപ്പർ പൊട്ടിച്ചു. 2 വിദ്യാർത്ഥി ഒപ്പിട്ടു, ടീച്ചർ ഒപ്പിട്ട്. ഇന്നലെ ട്രഷറിയിലായിരുന്നു. ട്രഷറിയിൽ നിന്ന് രാവിലെ എടുത്തു. അങ്ങനെ എല്ലാം കുറ്റമറ്റതായി പക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പരാതി പറഞ്ഞിട്ടില്ല. പറഞ്ഞതാണ്. നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടതായിട്ടുള്ളത്, ഈ ഒരു വർഷത്തിൽ അവസാനമാണല്ലോ, 10ാം ക്ലാസ് അവസാനമാണല്ലോ പരീക്ഷ എന്ന് പറയുന്നത്. ഉള്ള ടെൻഷൻ മുഴുവൻ ഈ കുട്ടികൾ വരെയാണ്. ഉൾക്കണ്ട, അച്ഛനെ ഉൾക്കണ്ട, അമ്മയ്ക്ക് ഉൾക്കണ്ട, കുട്ടിക്ക് ഉൾക്കണ്ട. അതിൻ്റെ വർത്തമാന കാലഘട്ടത്തിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പുതിയ രീതികൾ എങ്ങനെ പരീക്ഷിക്കാം എന്നതിനെ സംബന്ധിച്ചിടത്തോളം സമൂഹം മൊത്തത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഈ ടെൻഷനൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പരീക്ഷ എഴുതുന്നത് എങ്ങനെയാണെന്ന് സംബന്ധിച്ച് അതിനെപ്പറ്റി ഞങ്ങൾ ആലോചിക്കുന്നു. അവർക്ക് ആവശ്യപ്പെടാൻ ഗവൺമെൻറ് തീരുമാനിക്കുക. അവരാവശ്യപ്പെട്ടിട്ടുണ്ട്. ഗവൺമെൻറ് അത് പരിശോധിച്ചിട്ട് ആവശ്യമായ നടപടി സ്വീകരിക്കും. എന്താ എന്നോട് പറഞ്ഞ തൃപ്തരാണെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അറിയില്ല എന്താണ്. എന്താ സർക്കാർ കൂടെ ഉണ്ട് അവരോടൊപ്പം.